എടോ ഒന്ന് തപ്പടോ. ഇവനാണോ സാർ? ഏയ് ഇവനൊന്നല്ലടോ. എടോ പണി പോകടോ, ഒന്ന് തപ്പടോ. കുന്തം വിളിക്കാതെ നിൽക്കാത്തൊന്ന് നോക്കടോ. ഒന്ന് അനങ്ങി തപ്പടോ. സാറേ ഇവനാണെന്ന് തോന്നണു. ഇവനെങ്ങോട്ടാ പോയതെന്ന് അറിയാലേ, കണ്ടോ? അവിടെ നോക്കിയേ. സാറേ ഞാൻ കീഴടങ്ങി. ഐ എം അണ്ടർ അറസ്റ്റ്. എന്തിന്? ഞാന് ചെറിയ സാമ്പത്തിക തട്ടിപ്പ്, കള്ളപ്പണ ഇടപാട്, കള്ളക്കടത്ത് ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. എടോ ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇതിലും വലിയവന്മാരിവിടെ ഭരിക്കുമ്പോ ഇതൊക്കെ എങ്ങനെയാ ഒരു പ്രശ്നമാവാ? സാറേ 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 എന്താണോ നിങ്ങൾ തരുന്ന തന്നെയാണോ? തന്നെ എന്തിനു ഞങ്ങൾ ചെയ്യണം? അല്ല, ഞാനിങ്ങനെ ചെറിയ വർഗീയ കലാപം, ഹെയ്റ്റ് സ്പീച്ച്, കൊലപാതകം, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏയ് സാറിനല്ല ഞങ്ങൾ പിടിക്കാൻ വന്നത്, സാറിനല്ല, വേറെ ഒരുത്തനുണ്ട്, അവനെയാണ്. അല്ലെങ്കിലും കുറച്ച് വർഗീയ കലാപം, ഹെയ്റ്റ് സ്പീച്ച്, കൊലപാതകം ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക. വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്തു, വിട്ടയച്ചു. അതാ അവൻ. പിടിക്കണം അവനെ. ഇവനാണ് ഞാൻ ഉദ്ദേശിച്ച പ്രതി. നിങ്ങളൊക്കെ ആരാണ്? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിയായത്? അത് ശരി, ഞങ്ങളൊക്കെ ആരാണെന്ന് അറിയണമല്ലേ? അടിക്കണവനെ, അടിച്ചു കൊല്ലടാ. അയ്യോ അയ്യോ, എന്നെ അടിക്കല്ലേ. അയ്യോ അയ്യോ കൊല്ലല്ലേ. അയ്യോ അയ്യോ, അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ അയ്യോ അയ്യോ. എടോ ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഹോൾസെയിൽ ഡീലർമാർ. ആയിക്കോട്ടെ, അതിന് നിങ്ങൾ എന്തിനാ എന്നെ പ്രതിയാക്കുന്നത്? ഈ ആർഷഭാരത സംസ്കാരത്തിന്റെ മൊത്തക്കച്ചവടത്തിനോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഭീതി കൂടി പരത്തേണ്ട ബാധ്യതയുണ്ടേ, അതിനാണ് താൻ. കണ്ടോ, ഞങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും തെറ്റുകൾ മറക്കാനും മറപ്പിക്കാനും ഞങ്ങൾ നിന്നെയും നിന്റെ കൂട്ടരെയും ഉപയോഗിച്ച് ഇവര് നമ്മളെയൊക്കെ തകർക്കാൻ പോവുകയാണേ എന്ന് വിളിച്ചങ്ങ് പറയും. അപ്പോൾ ശ്രേഷ്ഠമായ ജനാധിപത്യത്തിൽ ആധിപത്യമില്ലാതായി പോയ ഈ ജനങ്ങൾ ഈ പേടിപ്പെടുത്തൽ വിശ്വസിച്ച് വീണ്ടും വീണ്ടും ഞങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? താനും തന്റെ മതത്തിൽ വിശ്വസിക്കുന്നവരൊന്നും പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്യണ്ടോ. നിങ്ങളെ ബന്ദിയാക്കാനും പിടിച്ച് കൽത്തുറങ്കിലടക്കാനും എളുപ്പമല്ലേ? പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ വേണോ? തെളിവുകൾ തന്നെ എന്തെല്ലാമുണ്ട്. നിന്റെ താടി, പേര്, വായന, അറിവ്, വിശ്വാസം ഇതെല്ലാം ഞങ്ങൾക്കുള്ള തെളിവുകൾ തന്നെയല്ലേ? എല്ലാവിധ ഭരണാധികാരികളും കസേര ഉറപ്പിക്കാൻ ചെയ്ത കുബുദ്ധി. ഇത് അനീതിയാണ്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നിനക്കും നിന്റെ മതവിശ്വാസികൾക്കെതിരെയുമുള്ള ഒരാക്രമണത്തെയും ആരും ചോദിക്കുകയില്ല. നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നിങ്ങളുടെ രക്തം പങ്കിടും. എന്നിട്ട് ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ബജറ്റിൽ ഫണ്ടും വകയിരുത്തും. അതിനാൽ നമ്മുടെ തെറ്റുകൾ മറക്കാൻ, നമ്മൾ കൊന്നുതള്ളിയ നിരപരാധികളുടെ ശാപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, അഴിമതികളെ കഴുകിക്കളയാൻ ഞാനിതാ ഈ നിരപരാധിയെ കൂടി കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നു. ലോകസമാധാനത്തിന് സ്വസ്തി. ലോകസമാധാനത്തിന് സ്വസ്തി. ലോകസമാധാനത്തിന് സ്വസ്തി. ലോകസമാധാനത്തിന് സ്വസ്തി. തങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ട് ഏട്ടന്മാർക്ക് എന്താ ജോലി ഇതൊക്കെ ചോദിച്ചത്. ഉമ്മാനോട് പേടിക്കണ്ട എന്ന് പറയും, ഇനിയൊന്നും ഉണ്ടാവൂല എന്നും പറഞ്ഞു. മൂന്നാമത്തെ ദിവസമാണ് അവനെ കുറിച്ച് കൊണ്ടേക്ക്. അബ്ദുൽ നാസർ മഅദനിയോടുള്ള വിരോധമല്ല, ഈ തൊപ്പിയോടുള്ള വിരോധമാണ്, ഈ ദാടിയോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമുദായത്തോടുള്ള വിരോധമാണ്.
10 വർഷം ഒരു കുട്ടീൻ്റെ ഭാവിയല്ലേ നഷ്ടപ്പെടുന്നത്. ഈ പിടിച്ചു കൊണ്ടുപോയി ഓർക്കില്ല മക്കൾ. ഇതൊരു ദശാമല്ല കൊടുത്തുക്കണം. ഒരു ജോലിക്കാരായി വലിയ വളർന്ന് ഓടി ജീവിക്കണം. നമ്മളെ പൊരിച്ചിലെന്താന്ന് എല്ലാവർക്കറിയില്ല. ഓരോ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ എനിക്കറിയുള്ളൂ. തെറ്റ് ചെയ്തതാണെങ്കിൽ തെറ്റ് ചെയ്യാതെ എനിക്ക് ചില സാത്താന്മാരെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അവർ സമൂഹത്തിന് വലിയ വിപത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പറയൂ സർ, ആരാണ് ആ വിഭാഗം? അവർ സ്നേഹിച്ചുകൊണ്ട് അന്യമതസ്ഥരായ യുവതികളെ വശീകരിക്കുകയാണ്. പ്രേമം കൊണ്ട് ദൈവത്തിന്റെ പോരാളികളാവുകയാണ് അവർ. സാർ, ലവ് ജിഹാദിനെയാണോ പരാമർശിക്കുന്നത്? കറക്റ്റ്. നിങ്ങൾ അതിനെ പൊലിപ്പിച്ചെഴുതണം. നമ്മുടെ പെൺകുട്ടികളെല്ലാം ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് വഴിതെറ്റിപ്പോവുകയാണ്. അല്ല സാർ, ലവ് ജിഹാദ് ഇതുവരെ തെളിയിക്കാൻ കഴിയാത്ത ഒന്നാണല്ലോ. ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഞങ്ങൾക്ക് ആരോപണങ്ങളാണ് വലുത്. അല്ല, നിങ്ങൾ രണ്ടുപേരും രണ്ട് പാർട്ടിയുടെ ആളുകളല്ലേ? ഇവര് കനലൊരു തരിയേ ഉള്ളുവെങ്കിലും ഈ വിഷയത്തിൽ ഇവര് പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇതും കൂട്ടക്കൊലകൾക്കും കലാപങ്ങൾക്കും ഉപയോഗിക്കാനുള്ള മറ്റൊരു കാരണം. കണ്ടെത്തി തന്നതിന് നന്ദിയുണ്ട് ആശാനെ. നന്നായി വരട്ടെ മകനെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത്, ഇത്തരം സാത്താന്മാരുടെ വലയിൽ അകപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾ വഴിതെറ്റി പോവുകയാണ്. അതിനാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ സാത്താന്മാർക്കെതിരെ പ്രവർത്തിക്കണം. അല്ല, നിങ്ങളല്ലേ മാനസികത, സ്വാതന്ത്ര്യം, ലൈംഗിക സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞത്? ആ സ്വാതന്ത്ര്യം ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകാനാവില്ലല്ലോ. പൗരത്വത്തിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇതേ നിലപാടാണ്. പിന്നെ പുതിയൊരു സാധനം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നാർക്കോട്ടിക്സ് ജിഹാദ്. ഇത് അതിലും വലിയ തമാശയാണ്. പ്രേമത്തിന് പകരം ഇവർ മയക്കുമരുന്നും ലഹരിയും കൊടുത്ത് പെൺകുട്ടികളെ വശത്താക്കും. അല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരും വഴിതെറ്റിപ്പോകുന്നവരുമാണോ പെൺകുട്ടികൾ? ഈ പ്രസ്താവനയൊക്കെ അവരെ അധിക്ഷേപിക്കുന്നതല്ലേ? നിങ്ങൾ പ്രേമത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഏതാ പത്രം? നിങ്ങളല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. അതിലെനിക്കൊന്നും പറയാനില്ല. കടക്കു പുറത്ത്. ഞാനൊരു നിരോധനം എഴുതി കൊടുത്താലോ? ഒരു സീല് വെച്ച കവറങ്ങ് കൊടുത്തേക്ക്. നാട്ടുകാർക്ക് സത്യം എത്തിക്കുന്നവരൊന്നും പ്രക്ഷേപണം ചെയ്യണ്ട. ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ വാർത്ത എഴുതുന്നവരും വാലാട്ടുന്നവരും നിന്നാൽ മതി ഇവിടെ. ബാക്കിയുള്ളവരെല്ലാം സ്നേഹത്തെക്കുറിച്ച് 50 വാക്കിൽ കുറയാത്ത ഫീച്ചറുകളും വാർത്തകളും എഴുതി വരൂ. എന്നാൽ ശരി, എനിക്ക് അടുത്ത കവലയിൽ ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനുണ്ട്. നേതാവേ, ആകെ പ്രശ്നായി. എന്തുണ്ടായത്? നിങ്ങളല്ലേ പറഞ്ഞത് നമ്മളാണ് സ്ട്രോങ്, എല്ലാരും നമ്മളെ പോണെന്ന്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ? എനിക്കാണെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് ചെന്നതേ ഓർമ്മയുള്ളൂ. ഹിജാബ് ധരിക്കണോലൊക്കെ നമ്മൾ ഗേറ്റിന് പുറത്താക്കി. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര രസന്. നമ്മൾ ചെല്ലുന്നു, തടയുന്നു, ചെല്ലുന്നു, തടയുന്നു. ഇന്ന് എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഓള് മുദ്രാവാക്യം വിളിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മളിതാ 10-40 പേരുണ്ടായിരുന്നു. ഓളോ ഒരാള്. പക്ഷെ ഞാനൊക്കെ നിന്ന സ്ഥലത്ത് ഇല്ലാണ്ടായി. പത്രങ്ങളും വീഡിയോക്കാരും ഒക്കെ ഓളൊപ്പം. ഡോക്യുമെന്റ് വരെ റിലീസായി. നമ്മളോ? നിങ്ങൾ ഇതൊക്കെ എന്തിനാണോ എന്നോട് പറയുന്നേ? നിങ്ങളോട് ശരിക്ക് കുറച്ച് ചോദിക്കാണ്ട്. നമ്മളെന്തിനാ ഹിജാബ് ഇട്ടത് തടയുന്നത്? അത് ശരി, നിങ്ങളെ നേതാക്കളെ ചോദ്യം ചെയ്യാനായോ? പാകിസ്ഥാനിലേക്ക് അടുത്ത വണ്ടിയുണ്ട് കേട്ടോ. ഇത് ഞാൻ ചോദിച്ചതല്ല, ഒരു പത്രക്കാര് വന്ന് ചോദിച്ചതാണ്. പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ലല്ലോ. അടിച്ചു ഞാൻ 3-4 ബബ്ബ. ശരിക്ക് എന്തിനാണ് ഇതൊക്കെ? പത്രക്കാരെ അടുപ്പിക്കരുത് മക്കളെ. കണ്ടില്ലേ, നമ്മുടെ പരമോന്നത നേതാവ് വരെ എഴുതി കൊടുത്തത് ചോദിക്കുന്നവരെ മാത്രമേ അടുപ്പിക്കാറുള്ളൂ. അത് ശരി. പിന്നെ ചില പത്രക്കാരുണ്ട് ഇംഗ്ലീഷിലാ ചോദിക്കണത്. ഞമ്മക്ക് ഹിന്ദി ഹമാരാ രാഷ്ട്രഭാഷ, അത് മാത്രമേ മാലൂന്ന് അറിയില്ലാലോ അവർക്ക്. നേതാവേ, ശരിക്കും നമ്മൾ എന്തിനാ ഹിജാബ് നിരോധിച്ചത്?
പരിശുദ്ധമായ ഭാരതത്തിൽ മതകീയ വസ്ത്രങ്ങൾ വിദ്യാലയങ്ങളിൽ വേണ്ട. അതിനാലാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചത്. അപ്പൊ നമ്മുടെ ഈ ഷാളോ വേറെയും വസ്ത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്താ നിരോധിക്കാത്തെ? ഇതിനൊക്കെ മറുപടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കോ? ഇത് ശരിക്കും ഭാരതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വംശീയ ഉന്മൂലനത്തിന്റെ മറ്റൊരു നടപടിയായി കരുതിയാൽ മതി മക്കളെ. ഞാൻ എൻ്റെ അച്ഛനോട് എന്ത് പറയും? TV-യിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു മഹത്തായ സാംസ്കാരിക പ്രവർത്തനമാണെന്ന് കരുതി സമാധാനിക്കുക. എന്നിട്ടും സമാധാനം കിട്ടുന്നില്ലേ? ഇന്നത്തെ സാംസ്കാരിക പ്രവർത്തനത്തിൽ കിട്ടിയ 500 കൊണ്ട് പൊറോട്ടയും ഉള്ളിക്കറിയും കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ ആ ഉറക്കെയുള്ള വിളി അവളെടുത്തൊന്നും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇവര് പ്രതികരിക്കാനും ചോദിക്കാനും തുടങ്ങിയ ആകെ പ്രശ്നമാണല്ലോ. ഞങ്ങളുടെ ചോദിക്കലിന്റെ ചരിത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോക ചരിത്രത്തിലുടനീളം ഞങ്ങൾ അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനാലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരും ശബ്ദിച്ചവരും മാത്രം നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ തീവ്രവാദികളും പേടിക്കേണ്ടവരും അതിർത്തിക്കപ്പുറത്തേക്ക് പറഞ്ഞയക്കേണ്ടവരുമായത്. ഞങ്ങളുടെ ചരിത്രം മറിച്ചു നോക്കുക. ഞങ്ങളെ നയിച്ചവരെല്ലാം നിങ്ങൾ ഭരണാധികാരികളും അധിപന്മാരും ജന്മികളും ചെയ്ത തെറ്റുകളെ നേരെയാക്കാൻ അധ്വാനിച്ചവരാണ്. നിറത്തിന്റെയും ജാതിയുടെയും ഭക്ഷണത്തിന്റെയും വിശ്വാസത്തിന്റെയും അതിരുകളില്ലാത്ത മാനവൈക്യം പറയുന്നവരാണ് ഞങ്ങൾ. അതിനെ തകർക്കുന്ന എന്തിനേയും ഞങ്ങൾ ഇനിയും ചോദ്യം ചെയ്യും. വംശീയതയും വർഗീയതയും ലക്ഷ്യം വെച്ച് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളങ്ങളും പേടിയും ഇനിയും ഇവിടെ വിലപ്പോകുമെന്ന് കരുതണ്ട. ഞങ്ങളെ കുറ്റക്കാരാക്കി നാട് മുഴുവൻ ഭരിച്ചു മുടിക്കാൻ നിങ്ങളാരാണ്? ഞങ്ങളുടെ ചരിത്രം മായ്ച്ചു കളഞ്ഞ് ഞങ്ങളുടെ പേരില്ലാതാക്കാൻ നിങ്ങളാരാണ്? ഭക്ഷണത്തിലും വസ്ത്രത്തിലും വെറുപ്പ് കലർത്തി ഞങ്ങളെ ഭരിക്കാൻ നിങ്ങളാരാണ്? വിമോചനത്തിന്റെ പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ട് വിശ്വാസത്തിന്റെ പാതയിൽ ഞങ്ങൾ എന്നും നിങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അനീതിക്കുമേൽ പടുത്തുയർത്തിയ നിങ്ങളുടെ സിംഹാസനങ്ങൾ തകർന്നു വീഴും. കൂരിരുട്ടായി മാറുമിരവിന്റെ നാടിത് ഇന്ത്യ എന്നാണു പേര്. ഗൂഢമാം നിയമങ്ങളാലെ തെരുവിൽ കൊന്നു മൂടിയ കിനാക്കൾ പാടുന്നു നേര്. പേടികൾ കൂരിരുട്ടായി മാറുമിരവിന്റെ നാടിത് ഇന്ത്യ എന്നാണു പേര്. ഗൂഢമാം നിയമങ്ങളാലെ തെരുവിൽ കൊന്നു മൂടിയ കിനാക്കൾ പാടുന്നു നേര്. വഴികളിൽ അമരുന്ന ജീവിതം ചാരമായി അണയുന്ന കൽത്തുറുങ്ക്. പേരുപോലും കുറ്റകൃത്യമായി മാറുന്ന ഭീകരത വാഴും വിചാരവുണ്ട്. പേടികൾ കൂരിരുട്ടായി മാറുമിരവിന്റെ നാടിത് ഇന്ത്യ എന്നാണു പേര്. സത്യമെന്നാലിവിടെ അധികാരികൾ സാക്ഷയിട്ടടച്ചിട്ട പകൽ വെളിച്ചം. നീതിക്കു വേണ്ടി ഉയർത്തുന്ന വിരലുകൾ വെട്ടിമാറ്റുന്ന കറുത്ത കാലം. സത്യമെന്നാലിവിടെ അധികാരികൾ സാക്ഷയിട്ടടച്ചിട്ട പകൽ വെളിച്ചം. നീതിക്കു വേണ്ടി ഉയർത്തുന്ന വിരലുകൾ വെട്ടിമാറ്റുന്ന കറുത്ത കാലം. കൊലനിലങ്ങൾക്കുമേൽ വിരിയുന്ന പൂക്കളെ തലയറുത്തിട്ട അഹങ്കാരമേ. ഓരോ വസന്തവും വിരിയുന്നു പിന്നെയും ഒരു പൂവിലായിരം വിത്തിനാലേ. പേടികൾ കൂരിരുട്ടായി മാറുമിരവിന്റെ നാടിത് ഇന്ത്യ എന്നാണു പേര്. ഗൂഢമാം നിയമങ്ങളാലെ തെരുവിൽ കൊന്നു മൂടിയ കിനാക്കൾ പാടുന്നു നേര്. പേടികൾ കൂരിരുട്ടായി മാറുമിരവിന്റെ നാടിത് ഇന്ത്യ എന്നാണു പേര്. ഗൂഢമാം നിയമങ്ങളാലെ തെരുവിൽ കൊന്നു മൂടിയ കിനാക്കൾ പാടുന്നു നേര്.
കൃത്യമായി മാറുന്ന ഭീകരത വാഴും വിചാരമുണ്ട്. പേരുപോലും കുറ്റകൃത്യമായി മാറുന്ന ഭീകരത വാഴും വിചാരമുണ്ട്.